ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് എബിഡി സാറാണ് എന്ന് വന്നിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഫ്രഞ്ച് റവല്യൂഷൻ എന്നുള്ള ഒരു ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രഞ്ചിലുണ്ടായിട്ടുള്ള മൊണാർക്കിയിൽ നിന്നും എങ്ങനെയാണ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ് ഫ്രാൻസിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് നമുക്ക് ഈ ചാപ്റ്റർ ടോട്ടൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പഠിക്കാനുള്ളത്. അപ്പോൾ വേൾഡിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റവല്യൂഷൻ ആയിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ. ദ മദർ ഓഫ് ഓൾ റവല്യൂഷൻ എന്നാണ് എന്തറിയപ്പെടുന്നത്, ഫ്രഞ്ച് റവല്യൂഷൻ അറിയപ്പെടുന്നത്. അപ്പോൾ അത്രത്തോളം പ്രാധാന്യമുള്ള, ലോകത്ത് അത്രത്തോളം സ്വാധീനിച്ചിട്ടുള്ള ഒരു വിപ്ലവമായിരുന്നു ഫ്രഞ്ച് വിപ്ലവം എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഫ്രഞ്ച് വിപ്ലവം എത്രത്തോളം സോഷ്യൽ ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഫ്രഞ്ച് റവല്യൂഷൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈച്ച് ആൻഡ് എവറി ഇവൻറ്റ്സ് ആണ്, അതിൻ്റെ ഇയേഴ്സ് ആണ് നമുക്കിന്ന് പഠിച്ചെടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാ മക്കളും ത്രൂ ഔട്ട് ക്ലാസ് കാണുക, ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഫ്രഞ്ച് റവല്യൂഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എവറി ഇയേഴ്സ് നമ്മൾ എന്ത് ചെയ്യാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകണം. അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എവറി ഇവൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം ഡിസ്കസ് ചെയ്യാൻ പോകണം. അപ്പോൾ മാക്സിമം കാണുക, കംപ്ലീറ്റ് ആയിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യാം, ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ. അപ്പോൾ സാർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. അപ്പോൾ എല്ലാ മക്കളും എന്ത് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കണം. അതുപോലെ തന്നെ ഇയേഴ്സ് പഠിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ഇവൻറ്റ്സ് പഠിച്ചെടുക്കുമ്പോൾ ഉപയോഗിക്കേണ്ട ട്രിക്സും ടിപ്സും ഒക്കെ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റ് വീഡിയോകളിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മക്കൾ എന്ത് ചെയ്യുക, കാണുക. കാരണം ഹിസ്റ്റോറിക്കലായിട്ട് വരുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൺഫ്യൂസ്ഡ് ആവുന്നത് അതിൽ വർഷങ്ങൾ ഓർമ്മിച്ച് വെക്കുക എന്നുള്ളൊരു കാര്യത്തിലാണ് അല്ലേ. അപ്പോൾ അതിനുള്ള ട്രിക്സും ടിപ്സും ഒക്കെ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇതേ ചാനലിൽ. അപ്പോൾ ആ വീഡിയോസ് ഒക്കെ മക്കൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് ഫ്രാൻസിൽ ആരായിരുന്നു ഈ റവല്യൂഷനൊക്കെ നടക്കുന്ന സമയത്ത് ആരായിരുന്നു ഗവേൺ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ലൂയിസ് 16 ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്, ഫ്രാൻസിലെ കിങ് ആയിട്ട് വന്നിരുന്നത്. ഓക്കെ, 1774 ലൂയിസ് 16 എന്തായിട്ട് വരുന്നത്, ഫ്രാൻസിലെ കിങ് ആയിട്ട് വരുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് നമുക്കിത് പഠിച്ചെടുക്കാം. ലൂയിസ് 16 ഇയറും അതുപോലെ തന്നെ ഫ്രാൻസിൽ ആ ഒരു സമയത്ത് കിങ് ആരായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ലൂയിസ് 16 ആയിരുന്നു നമുക്ക് കാണാൻ പറ്റും. ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്ന സമയത്ത് ലൂയിസ് 16 എടുത്തിട്ടുള്ള ചില മെഷേഴ്സ് ആണ് അല്ലെങ്കിൽ ചില ഡിസിഷൻസ് ആണ് ഫ്രഞ്ച് റവല്യൂഷൻ്റെ ടേണിംഗ് പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. അതായത് മൊണാർക്സിന്റെ സൈഡാണ് ലൂയിസ് 16. ലൂയിസ് 16 എടുത്ത ചില മെഷേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു എന്തുണ്ടായിരുന്നത്, ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ടായിരുന്നത്. ടാക്സ് ഇൻക്രീസ് ചെയ്യാമെന്നൊരു ഡിസിഷൻ ആരെടുക്കുന്നു, കിങ് എടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രഞ്ച് സൊസൈറ്റി എങ്ങനെയായിരുന്നു എന്ന് മക്കൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഫ്രഞ്ച് സൊസൈറ്റി എന്ന് പറയുന്നത് ഡിവൈഡ് ബിറ്റ്വീൻ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ 3 എസ്റ്റേറ്റ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ക്ലേർജി ആയിരുന്നു, സെക്കൻഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് നോബിൾസ് ആയിരുന്നു, ദെൻ തേർഡ് എസ്റ്റേറ്റിലായിരുന്നു കോമൺ പീപ്പിൾസ് ഉണ്ടായിരുന്നത്. ഫസ്റ്റും സെക്കൻഡും എസ്റ്റേറ്റ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടാക്സസ് ഒന്നും അടക്കേണ്ടിയിരുന്നില്ല, പക്ഷേ ടാക്സ് പേയേഴ്സ് എന്ന് പറയുന്നത് തേർഡ് എസ്റ്റേറ്റ് ആയിരുന്നു. അപ്പോൾ ലൂയിസ് 16 ഒരു ഡിസിഷൻ എടുക്കുകയാണ്. അവിടുത്തെ ഫ്രാൻസിലെ ജനറൽ അസംബ്ലി വിളിച്ചു ചേർത്തുകൊണ്ട് ലൂയിസ് 16 അവിടുത്തെ ഫിനാൻഷ്യൽ ക്രൈസിസ് ഓവർകെയിം ചെയ്യാൻ വേണ്ടി, അതിജീവിക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുക്കുകയാണ്. അതായത് ടാക്സ് ഇൻക്രീസ് ചെയ്യാം, നികുതി വർദ്ധിപ്പിക്കാമെന്നുള്ളൊരു തീരുമാനമാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ തേർഡ് എസ്റ്റേറ്റ് മാത്രമാണ് ടാക്സ് പേയേഴ്സ് ആയിട്ടുണ്ടാവുന്നത്. ടാക്സ് അടക്കുന്നത് മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരിതിനെ ഒപ്പോസ് ചെയ്യുന്നു, അവരിതിനെ ശക്തമായിട്ട് എന്ത് ചെയ്യുന്നു, എതിർക്കുന്നു. അങ്ങനെയാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫ്രഞ്ച് റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഫസ്റ്റ് ഇവന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് സ്റ്റോമിംഗ് ഓഫ് ബാസ്റ്റിലാണ് നമ്മൾ പറയുന്നത്. അതായത് ബാസ്റ്റിൽ പ്രിസൺ എന്ത് ചെയ്യാണ്, അറ്റാക്ക് ചെയ്ത ഒരു ഇവന്റ് ആണ് നമ്മൾ ഫ്രഞ്ച് റവല്യൂഷന്റെ ടേണിംഗ് പോയിന്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് 1789 തേർഡ് എസ്റ്റേറ്റ് എന്ത് ചെയ്യുന്നത്, നാഷണൽ അസംബ്ലി ഫോം ചെയ്യുന്നതും ബാസ്റ്റിൽ പ്രിസൺ എന്ത് ചെയ്യുന്നത്, അറ്റാക്ക് ചെയ്യുന്നതും നമുക്ക് കാണാൻ പറ്റും. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ബിഗിനിങ് ഓഫ് ദ ഫ്രഞ്ച് റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന ബാസ്റ്റിൽ പ്രിസൺ സ്റ്റോം അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുന്ന ഈ ഒരു ഇവന്റിനെയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ഒരു പ്രിസൺ അല്ലെങ്കിൽ ഇത് പറയുന്ന ഫോർട്രസ് ആയിട്ടുള്ള പ്രിസൺ ആണ്, ഇത് പറയുന്ന കോട്ടയോട് കൂടിയിട്ടുള്ള ഒരു പ്രിസൺ ആണെന്ത് ഈ പറയുന്ന ബാസ്റ്റിൽ പ്രിസൺ എന്ന് പറയുന്നത്. ഫ്രഞ്ചിലെ മൊണാർക്സിന്റെ ടിറണി അല്ലെങ്കിൽ എത്രത്തോളം അവർ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടാണ് അവിടുത്തെ പീപ്പിൾസിനെ ഗവേൺ ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് എന്ത് കൺസിഡർ ചെയ്യുന്നത്, ഈ ബാസ്റ്റിൽ പ്രിസൺ കൺസിഡർ ചെയ്തിരുന്നത്. കാരണം റവല്യൂഷണറി അല്ലെങ്കിൽ ആരാണോ ഇതിന് അഗെയിൻസ്റ്റ് വോയിസ് റൈസ് ചെയ്യുന്നത് അവർക്ക് അറസ്റ്റ് ചെയ്ത് അടച്ചു വെച്ചിരുന്ന ഒരു പ്രിസൺ ആയിരുന്നു. ഇത് അറ്റാക്ക് ചെയ്തുകൊണ്ടാണ്, ഇത് തകർത്തുകൊണ്ടാണ് ഫ്രഞ്ച് റവല്യൂഷൻ ആരംഭിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ ടാക്സ് ഇൻക്രീസ് ചെയ്യാമെന്ന ഡിസിഷനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് തേർഡ് എസ്റ്റേറ്റ് പറയുന്നു, വി ആർ ദ നാഷണൽ അസംബ്ലി ഓഫ് ഫ്രാൻസ്. ഫ്രാൻസിലെ നാഷണൽ അസംബ്ലി ഞങ്ങളാണ്, തേർഡ് എസ്റ്റേറ്റ് ആണ് ഇനി മുതൽ, ഇനി ഞങ്ങൾ പറയുന്നത് മാത്രമേ ഫ്രഞ്ചിൽ എന്ത് ചെയ്യുള്ളൂ, നടപ്പിലാക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതും. അതിൻ്റെ ഭാഗമായിട്ട് അവർ അവിടെ നിന്ന് ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട്. ഫ്രാൻസിന് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുള്ളൂ, ഡിസ്പേഴ്സ്ഡ് ആവുള്ളൂ അല്ലെങ്കിൽ പിരിഞ്ഞു പോകൂ. ഇത് ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഈ ഒരു ഇവന്റ് അറിയപ്പെടുന്നത് ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന പേരിലാണ്. അപ്പോൾ ഫസ്റ്റ് ഇവന്റ് ആയിട്ടില്ല ഫ്രഞ്ച് റവല്യൂഷന്റെ ബിഗിനിങ് പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് എന്താടാ, നമ്മൾ പറയുന്നത് ബാസ്റ്റിൽ പ്രിസൺ അറ്റാക്ക് ചെയ്തതാണ് നമ്മൾ പറയുന്നത്.
ദെൻ ഫ്രഞ്ച് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, വേൾഡിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ഫ്രാൻസിലെ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് കാണാൻ പറ്റും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ലിമിറ്റ് ദ പവേഴ്സ് ഓഫ് മൊണാക്സ് എന്നുള്ളതാണ്. മൊണാക്സിന്റെ പവർ ലിമിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കിങ്ങിന്റെ പവർ കൺട്രോൾ ചെയ്യുക എന്ന അൾട്ടിമേറ്റ് എയിമോട് കൂടിയാണ് ഈ നാഷണൽ അസംബ്ലി എന്ത് ചെയ്യുന്നത്, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. 1791 എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആര് ഫ്രെയിം ചെയ്യുന്നത്, നമ്മൾ ഈ പറഞ്ഞ തേർഡ് എസ്റ്റേറ്റിലെ മെമ്പേഴ്സ് ഒക്കെ ചേർന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഫ്രെയിം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇയറാണ്. അപ്പോൾ നമ്മൾ പഠിച്ചത് 1774 നമ്മൾ പഠിച്ചു, 1789 പഠിച്ചു, 1791 പഠിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇവന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ഇവന്റിന് ഇങ്ങനെ പേര് വന്നത് എന്ന് കൂടി നമുക്ക് ഏറ്റവും ക്യൂരിയോസിറ്റി ഉള്ള ഒരു കാര്യം കൂടിയാണ്. ദ റെയിൻ ഓഫ് ടെറർ എന്നാണ് 1793 to 94 വരെയുള്ള പീരീഡ് അറിയപ്പെടുന്നത് ഭീകരതയുടെ കാലഘട്ടം എന്നാണ്. ഭീകരതയുടെ കാലഘട്ടം ആരുടെ കാലഘട്ടമായിരുന്നു? മാക്സിമിലിയൻ റോബസ്പിയർ എന്ന് പറയുന്ന ഒരു ജാക്കോബിൻ ക്ലബ് എന്ന് പറയുന്ന ക്ലബ്ബ് അവിടെ ഫ്രാൻസിൽ ഫോം ചെയ്യുകയും നാഷണൽ അസംബ്ലിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഈ പറയുന്ന ജാക്കോബിൻ ക്ലബ്ബ് പ്രവർത്തിക്കുകയും അങ്ങനെ ജാക്കോബിൻ ക്ലബിന്റെ ലീഡറായിട്ടുള്ള മാക്സിമിലിയൻ റോബസ്പിയറുടെ ഭരണം അവിടെ നിലവിൽ വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പീരീഡാണ് 1793 to 94 വരെയുള്ള പീരീഡാണ് ആരുടെ ഭരണം വരുന്നതാ? മാക്സിമിലിയൻ റോബസ്പിയറുടെ ഭരണം വരുന്നത്. മാക്സിമിലിയൻ റോബസ്പിയറുടെ പീരീഡാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ദ റെയിൻ ഓഫ് ടെറർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്പർ ഓഫ് ടൈം നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ പറയുന്ന റെയിൻ ഓഫ് ടെറർ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഭീകരതയുടെ കാലഘട്ടം. ഇങ്ങനെ അറിയപ്പെടാനുള്ള പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 കാരണങ്ങൾ നമ്മൾ പറയാം. ജാക്കോബിൻ ക്ലബിനെ ആരാണോ ഒപ്പോസ് ചെയ്യുന്നത്, അല്ല മാക്സിമിലിയൻ റോബസ്പിയർ ആരാണോ ഒപ്പോസ് ചെയ്യുന്നത്, ഓക്കെ, ഈവൻ ജാക്കോബിൻ ക്ലബിലെ മെമ്പേഴ്സ് അടക്കം മാക്സിമിലിയൻ റോബസ്പിയർ ഒപ്പോസ് ചെയ്താൽ അവർക്ക് ഭയങ്കര സീവിയർ ആയിട്ടുള്ള പണിഷ്മെന്റ് ആയിരുന്നു ആര് കൊടുത്തിരുന്നത്? ജാക്കോബിൻ ക്ലബ്ബ് കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ എനിമീസിനൊക്കെ ഗില്ലറ്റിൻ ചെയ്യുന്ന ഒരു പ്രോസസ് ആയിരുന്നു ആര് സ്വീകരിച്ചിരുന്നത്? ജാക്കോബിൻ ക്ലബിന്റെ ലീഡർ ആയിട്ടുള്ള മാക്സിമിലിയൻ റോബസ്പിയർ സ്വീകരിച്ചിരുന്നത്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു പീരീഡ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ദ റെയിൻ ഓഫ് ടെറർ എന്ന പേരിൽ അറിയപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് നമുക്കിവിടെ കാണാം. 1792 to 3 വരെയുള്ള പീരീഡ് ഫ്രാൻസ് ബിക്കേം എ റിപ്പബ്ലിക് എന്ന് നമുക്ക് കാണാൻ പറ്റും. ജാക്കോബിൻ ക്ലബിന്റെ ലീഡർഷിപ്പിലാണ് ഫ്രാൻസ് എന്തായി മാറുന്നത്? ഒരു റിപ്പബ്ലിക്കായി മാറുന്നത്. ഓക്കെ, അവിടെ ഒരു റിപ്പബ്ലിക് ആയിട്ട് അവിടെ ഫോം ചെയ്ത് നാഷണൽ അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആയിരുന്നു ഉണ്ടായതെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ടും ഓവർത്രോ ചെയ്തുകൊണ്ട് ഫ്രാൻസ് ഒരു റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ് ആയി മാറുന്നത് ജാക്കോബിൻ ക്ലബിന്റെ ലീഡർഷിപ്പിലാണ്. അതിനുശേഷം കിങ്ങിന് എന്ത് ചെയ്യുന്നുണ്ട്? എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ലൂയിസ് 16 എന്ത് ചെയ്യുന്നുണ്ട്? എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ലൂയിസ് 16 മാത്രമല്ല അദ്ദേഹത്തിന്റെ വൈഫായിട്ടുള്ള മേരി ആന്റോണിയറ്റിനും എന്ത് ചെയ്യുന്നുണ്ട്? എക്സിക്യൂട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വർഷം കൂടി മക്കൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർമ്മിച്ച് വെക്കുക. കഴിഞ്ഞിട്ടില്ല. 1794 ആയപ്പോൾ ജാക്കോബിൻ ക്ലബിന്റെ ലീഡർ ആയിട്ടുള്ള മാക്സിമിലിയൻ റോബസ്പിയർ തന്നെ ഫൈനലി എന്ത് ചെയ്യുന്നടാ, ഈ ഗില്ലറ്റിൻ പ്രോസസ്സിന് ഇരയാവുന്നു. അദ്ദേഹത്തെയും എന്ത് ചെയ്യുന്നു? ഗില്ലറ്റിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആഫ്റ്റർ ജാക്കോബിൻ ക്ലബ് അല്ലെങ്കിൽ മാക്സിമിലിയൻ റോബസ്പിയർ പുതിയ ഒരു റൂളേഴ്സ് എവിടെ വരുന്നു? ഫ്രാൻസിൽ വരുന്നു. അതാണ് ഡയറക്ടറി റൂൾ എന്ന് പറയുന്നത്. ഡയറക്ടറി റൂൾ എന്ന് പറയുമ്പോൾ 5 മെമ്പേഴ്സ് ഉള്ള ഒരു എക്സിക്യൂട്ടീവ് ആണ് എന്ത് ചെയ്യുന്നത്? ഫ്രാൻസിൽ ഫോം ചെയ്തത്. ഇത് 1795 ഈ പറയുന്ന 5 മെമ്പേഴ്സ് എക്സിക്യൂട്ടീവ് എവിടെ ഫോം ചെയ്യുന്നത്? ഫ്രാൻസിൽ ഫോം ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഗവൺമെന്റിനും ലോങ് ലൈഫ് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് ഉണ്ടാവുന്നില്ല. ഇതും എന്ത് ചെയ്യുന്നുണ്ട്? പെട്ടെന്ന് തന്നെ തകർന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആഫ്റ്റർ ദ ഫാൾ ഓഫ് ഡയറക്ടറി ഫോം ഓഫ് ഗവൺമെന്റ് ഫ്രാൻസിൽ വരുന്നത് പുതിയ ഒരു റൂളിംഗ് ആണ് വരുന്നത്. ഓക്കെ, അതാണ് നെപ്പോളിയൻ. നെപ്പോളിയൻ എന്ന് പറയുന്ന ഒരു മിലിറ്ററി ഡിക്റ്റേറ്റർ ആണ്. ഓക്കെ, ലൂയിസ് 16 ഒക്കെ ടൈമിൽ മിലിറ്ററി പാർട്ടായിരുന്ന, മിലിറ്ററിയിൽ ചീഫായിരുന്ന നെപ്പോളിയൻ ആണ് പിന്നീട് എന്തിലേക്ക് വരുന്നത്? ഫ്രാൻസിലെ റൂളറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ 1804 നെപ്പോളിയൻ എന്തായിട്ട് മാറുന്നതാ? ഫ്രാൻസിലെ റൂളറായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. 1815 ആയപ്പോൾ ബാറ്റിൽ ഓഫ് വാട്ടർലൂയിലൂടെ നെപ്പോളിയൻ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്, പരാജയപ്പെട്ടു പോകുന്നുണ്ട്. ഓക്കെ, നെപ്പോളിയൻ വന്ന സമയത്ത് ലോഡ്സ് ഓഫ് മെഷേഴ്സ് നെപ്പോളിയൻ എന്ത് ചെയ്തിട്ടുണ്ട്? അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് ഓഫ് ഫ്രാൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പബ്ലിക് ഡെപ്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇല്ലാതാക്കാൻ വേണ്ടി സിംഗിങ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ട് ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ലോഡ്സ് ഓഫ് മെഷേഴ്സ് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? നെപ്പോളിയൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ മെഷേഴ്സ് അറിയപ്പെടുന്നത് നെപ്പോളിയനിക് കോഡ് എന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത്? ഈ മെഷേഴ്സ് ഒക്കെ അറിയപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. ദെൻ നെപ്പോളിയൻ 1815 കൂടി നെപ്പോളിയൻ എന്ത് ചെയ്യുന്നു? ഡിഫീറ്റ് ആവുന്നു. ഇത്രയുമാണ് നിങ്ങൾക്ക് 9th CBSE പഠിക്കാനുള്ളത്. ഓക്കെ, ആഫ്റ്റർ നെപ്പോളിയൻ ആര് വന്നു എന്നുള്ളത് നിങ്ങൾക്ക് എവിടെ പഠിക്കാനല്ല? 9th CBSE പഠിക്കാനല്ല, 10th CBSE എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. പിന്നീട് നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള 2 പ്രധാനപ്പെട്ട വർഷങ്ങൾ എന്ന് പറയുന്നത് 1848 സ്ലേവറി വാസ് അബോളിഷ്ഡ് ഇൻ ഓൾ ഫ്രഞ്ച് കോളനീസ്. ഫ്രാൻസിലെ എല്ലാ കോളനീസിലും സ്ലേവറി അബോളിഷ് ചെയ്തിട്ടുള്ളത് 1848 എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ,
ദെൻ ലാസ്റ്റ് ഈ ചാപ്റ്റർ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഇയർ എന്ന് പറയുന്നത് 1946 ആണ്. ഫ്രഞ്ച് വിമൻ ഗോട്ട് ദ റൈറ്റ് ടു വോട്ട് എന്നുള്ളതാണ്. ഫ്രാൻസിലെ വിമൻസിന് റൈറ്റ് ടു വോട്ട് കിട്ടുന്നത് 1946 അപ്പോൾ ഇത്രയും ഇയേഴ്സ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളതാ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഫ്രാൻസിലുണ്ടായിരുന്ന ലൂയി 16 ആയിരുന്നു, മൊണാർക്കായിരുന്നു. മൊണാർക്കിൻ്റെ കയ്യിൽ നിന്നും പവർ ആര് പിടിച്ചെടുക്കുന്നു? നാഷണൽ അസംബ്ലി പിടിച്ചെടുക്കുന്നു. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കായത് കോൺസ്റ്റിറ്റ്യൂഷനെ ഫോളോ ചെയ്യുന്ന ഒരു കിങ് എന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു? അവിടെ പവർ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ് ആര് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു? ജാക്കോബിൻ ക്ലബിൻ്റെ ലീഡറായിട്ടുള്ള മാക്സിമിലിയൻ റോബസ്പിയർ എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മാക്സിമിലിയൻ റോബസ്പിയറുടെ പരാജയത്തിന് ശേഷം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഒരു 5 മെമ്പേഴ്സ് ഉള്ള ഒരു എക്സിക്യൂട്ടീവ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഈ പറയുന്ന ഫ്രാൻസിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഡയറക്ടറി ഫോം ഓഫ് ഗവൺമെന്റ് ആണ് ഫ്രാൻസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അവർക്കും ഒരു ലോങ് ലൈഫ് ഉണ്ടാവുന്നില്ല, അവരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുന്നു, അതും പരാജയപ്പെടുന്നു. അതിനുശേഷം ഫ്രാൻസിൽ വരുന്നത് നെപ്പോളിയൻ എന്ന് പറയുന്ന മിലിറ്ററി ഡിക്റ്റേറ്റർ ആണ്. അദ്ദേഹം കുറേ അധികം മെഷേഴ്സ് എടുക്കുന്നുണ്ട്, റവല്യൂഷണറീസ് മുമ്പോട്ട് വെച്ചുള്ള കുറേ അധികം കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി ഹി ഈസ് ഓൾസോ എ ഡിക്റ്റേറ്റർ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം ഒരു ഏകാധിപതിയായിരുന്നു, സ്വേച്ഛാധിപതിയായിരുന്നു നമുക്ക് കാണാൻ പറ്റും. വീണ്ടും ഫ്രാൻസിൽ എന്ത് ചെയ്യുന്നു? മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത് നമുക്ക് ഇവിടെ പഠിക്കാനില്ല, നമുക്ക് നെപ്പോളിയൻ വരെ മാത്രമേ നമ്മുടെ 9th CBSE പഠിക്കാനുള്ളൂ. അപ്പോൾ ഇത്രയും വർഷങ്ങളും ഇത്രയും ഇവൻസുമാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ ടോട്ടൽ പഠിക്കാനുള്ളതാ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? എല്ലാവരും അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചെടുക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയുള്ള ക്ലാസ്സുകളും ഇതുപോലെ തന്നെ കാണാൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോഴത്തെ ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ. ബൈ.